തമിഴ്നാട് ആൾക്കൂട്ട ദുരന്ത കേസിൽ തമിഴ് വെട്രിക്കഴകം അധ്യക്ഷനും നടനുമായ വിജയുടെ ചോദ്യം ചെയ്യൽ പൂർത്തിയായി. വിജയ്ക്കെതിരെ മനഃപൂർവ്വമല്ലാത്ത നരഹത്യാ കുറ്റം ചുമത്തുമെന്നാണ് സൂചന. തമിഴ്നാട് പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥരും പ്രതി ചേർത്തേക്കും. വിവരങ്ങളുമായി വിനയ രാജ് ചേരുന്നുണ്ട്. വിനയ, കരൂർ ആൾക്കൂട്ട ദുരന്ത കേസിൽ ഇപ്പോൾ തമിഴ് വെട്രിക്കഴകം അധ്യക്ഷനായ വിജയുടെ ചോദ്യം ചെയ്യൽ പൂർത്തിയായിട്ടുണ്ട്. നരഹത്യാ കുറ്റം ചുമത്തുമെന്നൊക്കെയാണ് സൂചന ലഭിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? രണ്ടാം ഘട്ട ചോദ്യം ചെയ്യലാണ് ഇപ്പോൾ പൂർത്തിയായിരിക്കുന്നത്. വിജയുടെ ചോദ്യം ചെയ്യൽ പൂർത്തിയായപ്പോൾ CBI ആസ്ഥാനത്ത് നിന്നും മടങ്ങിയെന്നാണ് പുറത്തുവരുന്ന വാർത്തകൾ അനുസരിച്ച്. രാവിലെ 11 മണിയോടുകൂടിയാണ് ഈ ചോദ്യം ചെയ്യൽ ആരംഭിച്ചിട്ടുണ്ടായിരുന്നത്. ഇത് രണ്ടാം തവണയാണ് വിജയെ ഈ കരൂർ ആൾക്കൂട്ട ദുരന്തവുമായി ബന്ധപ്പെട്ട കേസിൽ ചോദ്യം ചെയ്യുന്നത്. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ചോദ്യം ചെയ്യൽ നടപടികളടക്കം തന്നെ നടന്നിട്ടുണ്ടായിരുന്നു. അതിൽ പ്രധാനമായും വിജയ് ഉന്നയിച്ച കാര്യമെന്ന് പറയുന്നത് ഈ തമിഴ്നാട് സർക്കാരിനെതിരെയും കൂടാതെ പോലീസിനെതിരെയുമായിരുന്നു ആരോപണം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നത്. അവരാണ് ഇത്തരത്തിൽ വീഴ്ച സംഭവിച്ചത്. അവർ കൃത്യമായി ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് ഇത്തരത്തിലൊരു വീഴ്ച സംഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ മരണത്തിന് അല്ലെങ്കിൽ ആൾക്കൂട്ട ദുരന്തത്തിന് പൂർണ്ണമായും ഉത്തരവാദിത്തം എന്ന് പറയുന്നത് സർക്കാരും പോലീസും തന്നെയാണെന്നായിരുന്നു വിജയ് ആരോപിച്ചിട്ടുണ്ടായിരുന്നത്. അതിന് പിന്നാലെ തന്നെ പിന്നീട് അന്നത്തെ ഈ ക്രമസമാധാന ചുമതലയുള്ള പോലീസ് ഉദ്യോഗസ്ഥരടക്കം തന്നെ സ്ഥലത്ത് വിളിക്കുകയും CBI ചോദ്യം ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ പ്രധാനമായും ഈ അന്വേഷണ ഉദ്യോഗസ്ഥർ അന്നത്തെ അല്ലെങ്കിൽ ആൾക്കൂട്ട ദുരന്തത്തിലുണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥരടക്കം തന്നെ വ്യക്തമാക്കിയ കാര്യം വിജയ് കൃത്യമായിട്ടുള്ള ഒരു ഉത്തരം അല്ലെങ്കിൽ കൃത്യമായിട്ട് എത്ര പേർ വരുമെന്ന കാര്യത്തിൽ ഒന്നും തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്നതിലുപരി ഒരു നടനെ കാണുന്നതിന് വേണ്ടിയാണ് ഇത്രത്തോളം ആളുകൾ തടിച്ചുകൂടിയിട്ടുണ്ടായിരുന്നത്. കൂടാതെ തന്നെ 7 മണിക്കൂറോളം വൈകിയാണ് വിജയ് ആ പരിപാടിയിൽ പങ്കെടുത്തിരുന്നത്. 10,000 പേർക്ക് മാത്രം അല്ലെങ്കിൽ 10,000 പേർ മാത്രമാണ് പരിപാടിയിൽ പങ്കെടുക്കുക എന്നായിരുന്നു പറഞ്ഞിരുന്നെങ്കിൽ 30,000-ലധികം വരുന്ന ആളുകളാണ് ആ പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നത് എന്നടക്കമുള്ള കാര്യങ്ങളാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥരടക്കം തന്നെ CBIക്ക് നൽകിയ മൊഴി എന്ന് പറയുന്നത്. കൂടാതെ തന്നെ വിജയ് പറഞ്ഞതനുസരിച്ചാണെങ്കിൽ അന്നത്തെ ഈ പ്രാദേശിക നേതാക്കളോട് കൃത്യമായിട്ടുള്ള വിവരങ്ങൾ നൽകിയിട്ടുണ്ടെന്നായിരുന്നു വിജയ് CBIക്ക് നൽകിയ മൊഴി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇനി പ്രാദേശിക നേതാക്കളുടെയും വിജയുടെയും മൊഴി അടക്കം തന്നെ പരിശോധിക്കും. അതിനുള്ള വൈരുദ്ധ്യം അടക്കം തന്നെ പരിശോധിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഇതിൽ പ്രധാനമായും പോലീസ് വിജയെ പരിചാരുമ്പോൾ അല്ലെങ്കിൽ TVK പാർട്ടിയെ പഴിചാരുമ്പോൾ വിജയ് തിരിച്ച് പോലീസിനെയും സംസ്ഥാന സർക്കാരിനെയും തമിഴ്നാട് സംസ്ഥാന സർക്കാരിനെയുമാണ് പഴിചാരുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. മറ്റൊന്ന്, ഇനി നിയമസഭാ തിരഞ്ഞെടുപ്പ് അടക്കം തമിഴ്നാട് നിയമസഭാ തിരഞ്ഞെടുപ്പ് അടക്കം തന്നെ വരുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ വിജയ് കേസിൽ പ്രതിയാക്കുമെന്നൊരു സൂചന കൂടി നൽകുന്നുണ്ട്. മനഃപൂർവ്വമല്ലാത്ത നരഹത്യാ കുറ്റം ചുമത്തി പ്രതി ചേർക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. അത്തരത്തിൽ വിജയെ പ്രതി ചേർക്കുകയാണെങ്കിൽ അത് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ അടക്കം തന്നെ വലിയൊരു തിരിച്ചടി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നതും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം അടക്കം തന്നെ പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇപ്പോൾ വിജയുടെ ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കി തിരികെ മടക്കിയിട്ടുണ്ട്. ഇനി അടുത്ത മാസം ഫെബ്രുവരിയിൽ തന്നെ ഈ CBI കേസുമായി ബന്ധപ്പെട്ട കുറ്റപത്രം സമർപ്പിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. ശരി, വ്യക്തമാണ്. കരൂർ ആൾക്കൂട്ട ദുരന്ത കേസിൽ ഇപ്പോൾ വിജയുടെ ചോദ്യം ചെയ്യൽ പൂർത്തിയായിട്ടുണ്ട്. വിജയ്ക്കെതിരെ മനഃപൂർവ്വമല്ലാത്ത നരഹത്യാ കുറ്റം ചുമത്തുമെന്നൊക്കെയാണ് സൂചന ലഭിക്കുന്നത്. തമിഴ്നാട് പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥരെയും പ്രതി ചേർക്കാനുള്ള സാധ്യതയുണ്ട്. കൂടുതൽ വിവരങ്ങൾ നൽകിയത് വിനയ രാജാണ്.